അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന വൈറലായിട്ടുള്ള ബൺ മസ്കട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മളൊരു 100 ഗ്രാം ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതാണ് ഒരു ബൗളിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ഒന്ന് ബീറ്റായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തതാണ്, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. രണ്ടും കൂടെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും 1 ടേബിൾ സ്പൂൺ മിഠായി മേറ്റിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കുമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബണ്ണിലേക്കുള്ള ഫില്ലിങ്സ് ക്രീം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളിതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവ് നമുക്കതൊന്ന് പൊളിച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീമിൽ നിന്ന് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് നന്നായിട്ട് നമുക്കതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പുറം ഭാഗത്ത് സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് അങ്ങനെ തേച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന വൈറലായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ മണ്ണ് നമ്മൾ ഫില്ലിങ്സ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നല്ലൊരു ചായയും കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. ഇതിൻ്റെ ചായയും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു കോംബോ നമുക്ക് കിട്ടുന്നത്. നമ്മളൊരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 5 ഏലക്ക ഒന്ന് ചതച്ചതാണ്, ഒരു പട്ട ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യമായി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി തിളച്ച് വന്നതിന് ശേഷം 2.5 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബൺ മസ്കട കൂടെ ഇതേപോലെ തന്നെ ചായ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നോക്കുക. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. നന്നായി തിളച്ച് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. നമ്മളെ ബൺ മസ്കയും ഇറാനി ചായ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ പൊട്ടിച്ച് ഈ ചായയിലൊന്ന് കുത്തി തിന്നലാണ് ഇതിൻ്റെ. ഇതുപോലെയാണ് ഇത് കഴിക്കേണ്ടത്.